നമ്മുടെ മണ്ഡലത്തിൽ 23 ഓക്സിലറി ബൂത്തുകളടക്കം 2798 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 1575-ലധികം വോട്ടർമാർ വരുന്ന സാഹചര്യത്തിലാണ് ഓക്സിലറി ബൂത്തുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓക്സിലറി ബൂത്തുകൾ അതാത് ലൊക്കേഷനിൽ തന്നെയാണ്. മലപ്പുറം, പൊന്നാനി, വയനാട് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത്. ആകെ നമ്മൾ 80 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള 80 പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഭിന്നശേഷിക്കാർ മാത്രം മാനേജ് ചെയ്യുന്ന 2 പോളിംഗ് സ്റ്റേഷനുകൾ ഓരോ നിയോജക മണ്ഡലത്തിലും, ഓരോ ലോക്സഭാ മണ്ഡലത്തിലും, പൊന്നാനി, മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോന്ന് വീതം ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നത്. സാധാരണ ഭിന്നശേഷിക്കാർ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിഭാഗമാണ്. അതിലൂടെ ഒരു സമൂഹത്തിന് ഇൻക്ലൂസീവായ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളൊരു മെസ്സേജ് കൂടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ എടുത്ത് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. റിസർവ് ഉദ്യോഗസ്ഥരടക്കം ആകെ 13430 ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ 288 സെക്ടറൽ ഓഫീസർമാരുണ്ടാകും. സെക്ടറൽ ഓഫീസർമാരാണ് ബൂത്ത് ക്രമീകരണങ്ങൾ, ഏതെങ്കിലും സാഹചര്യത്തിൽ മെഷീൻ വർക്ക് ചെയ്യാതെ വരുന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക, ബൂത്തുകളിൽ അത്യാവശ്യ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ഉത്തരവാദിത്വം സെക്ടറൽ ഓഫീസർമാർക്കാണ്. സെക്ടറൽ ഓഫീസർമാരുടെ കൈവശം അഡീഷണലായിട്ട് പോളിംഗ് EVMകളുണ്ടാവും. ഈ EVMകളുടെ നമ്പറുകളും സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏത് EVMകളിലാണ് അഡീഷണൽ മെഷീനുകൾ, ഏത് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്, GPS ഫിറ്റ് ചെയ്ത വണ്ടികളിലാണ് EVM കൈകാര്യം ചെയ്യുന്നത്. റിസർവ് ഉൾപ്പെടെ 3324 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മെഷീനുകൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം ജില്ലയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും വെബ്കാസ്റ്റിങ്ങിന് വേണ്ടിയുള്ള സജ്ജീകരണം 100% പോളിംഗ് സ്റ്റേഷനിൽ നിന്നും വെബ്കാസ്റ്റിങ്ങിന് വേണ്ടി സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആർക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ എവിടെ നിന്ന് നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. പോളിംഗ് ദിവസം പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പരാതികളും അറിയിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കളക്ടറേറ്റിൽ പ്രത്യേക കൺട്രോൾ റൂം, കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രത്യേക കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള പുരോഗതിയും പ്രശ്നങ്ങളും കൺട്രോൾ റൂമിൽ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. പോളിംഗ് സാമഗ്രികൾ വിതരണം നടത്തിക്കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണമടക്കമുള്ള ക്രമീകരണങ്ങൾക്കായി 1400 വാഹനങ്ങളാണ് ജില്ലയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. വിവിധ സ്ക്വാഡുകൾക്കായി 203 വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പോളിംഗ് സാമഗ്രികളുടെയും യന്ത്രങ്ങളുടെയും EVMകളുടെയും വിതരണം നടക്കുന്നത് ഏപ്രിൽ 25-ാം തീയതി രാവിലെ 8 മുതൽ ഇത് 14 വിതരണ കേന്ദ്രങ്ങളിലായിട്ടാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. ഈ വിതരണ കേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നതിന് വേണ്ടി പ്രത്യേക വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനും ഈ വാഹനത്തിൽ ഉദ്യോഗസ്ഥരോടൊപ്പം പോളിംഗ് സ്റ്റേഷനിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കും. വോട്ടെടുപ്പിന് ശേഷം വിതരണം ചെയ്ത കേന്ദ്രത്തിലേക്ക് തന്നെയാണ് വോട്ട് ചെയ്യപ്പെട്ട മെഷീനുകൾ എത്തിക്കുന്നത്. അവിടെ നിന്ന് ജില്ലയിൽ ക്രമീകരിച്ചിട്ടുള്ള 3 കൗണ്ടിംഗ് സെൻറ്ററുകളിലേക്കാണ് മെഷീൻ കൊണ്ടുപോയി അവിടെ സജ്ജീകരിച്ചിട്ടുള്ള കൗണ്ടിംഗ് സെൻറ്ററുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിലായിരിക്കും മെഷീനുകൾ സൂക്ഷിക്കുന്നത്. മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിന് 24 മണിക്കൂറും CCTV ഫൂട്ടേജ് ഉണ്ടാവും. സെൻട്രൽ പോലീസ് ഫോഴ്സ് അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സ്ട്രോങ് റൂമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
നിങ്ങൾക്കറിയാവുന്ന പോലെ ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. മലപ്പുറം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിലും, പൊന്നാനി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നത് തിരൂർ SSM പോളിടെക്നിക് കോളേജുമാണ്. വയനാട് മണ്ഡലത്തിലെ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്നത് ചുങ്കത്തറ മാർത്തോമ കോളേജിലാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം CBIL മുഖേന 8321 പരാതികൾ ലഭിക്കുകയുണ്ടായി. പെരുമാറ്റച്ചട്ട ലംഘനവും സംബന്ധിച്ചതായിട്ടാണ് പ്രധാനമായിട്ടും പരാതികൾ വന്നിട്ടുള്ളത്. എല്ലാ പരാതികളും തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 പരാതി പരിഹരിക്കാൻ ബാക്കിയുണ്ട്. അത് അടുത്ത കാലത്ത് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ലഭിച്ചതാണ്. എല്ലാ പരാതികളും തന്നെ സമയബന്ധിതമായി തീർപ്പാക്കിയിട്ടുണ്ട്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ 4338 പരാതിയും, പൊന്നാനിയിൽ 3274 പരാതിയും, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിലായി 659 പരാതികളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതുവരെ 7884 അനധികൃതമായി സ്ഥാപിച്ച പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ അനുമതിയില്ലാതെ സ്ഥാപിച്ച 45 പ്രചരണ സാമഗ്രികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെ വന്ന ചെലവ് സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3,21,170 രൂപ സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ഇതിന് വേണ്ട ചെലവ് ചേർത്തിട്ടുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം ഇതുവരെ 18.42 കോടി രൂപ വിലമതിക്കുന്ന വസ്തുക്കൾ നമ്മുടെ ജില്ലയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് സ്ക്വാഡുകൾ, പോലീസ്, എക്സൈസ്, DRI തുടങ്ങിയ എല്ലാവരും ചേർന്ന് പിടിച്ചെടുത്ത ഒരു കണക്കാണിത്. പണമായിട്ട് 1,53 ലക്ഷം രൂപയും 12.82 ലക്ഷം രൂപ വില വരുന്ന 1313 ലിറ്റർ മദ്യവും 4.43 കോടി രൂപ വില വരുന്ന കഞ്ചാവ് ഉൾപ്പെടെയുള്ള 23 കിലോഗ്രാം മയക്കുമരുന്നും 83.34 ലക്ഷം രൂപ വില വരുന്ന മറ്റ് വസ്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. ഇതോടൊപ്പം 11.49 കോടി രൂപ വില മതിക്കുന്ന 15.73 കിലോഗ്രാം സ്വർണവും പിടിച്ചെടുത്തിട്ടുണ്ട്. മലപ്പുറം നിയോജകമണ്ഡലത്തിലെ വരണാധികാരി ജില്ലാ കളക്ടറായ ഞാനാണ്, BR വിനോദ്. പൊന്നാനി നിയോജകമണ്ഡലത്തിലെ വരണാധികാരി ADM ആണ്, ശ്രീ മണികണ്ഠനാണ് വരണാധികാരി. എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി പങ്കെടുക്കുന്നുണ്ട്. പോലീസ് ക്രമീകരണങ്ങളെ സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി നിങ്ങളോട് സംസാരിക്കും. ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പറഞ്ഞ പോലെ 2798 ബൂത്തുകളാണുള്ളത്. ബൂത്തുകളിലെല്ലാം ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 6600-ൽ പരം ഉദ്യോഗസ്ഥരെ, അത് സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് അടക്കം 6600-ൽ പരം ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ വിന്യസിക്കുന്നത്. അതിൽ മറ്റു ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, CAPF ഉണ്ട്, തമിഴ്നാട് പോലീസുണ്ട്, പിന്നെ റെയിൽവേ, വിജിലൻസ് തുടങ്ങിയ സ്പെഷ്യൽ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാം കൂട്ടിയാണ് 6600-ൽ പരം ഉദ്യോഗസ്ഥരെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 10 പോലീസ് സബ് ഡിവിഷനുകളായിട്ടാണ് 10 DYSമാരുടെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ഏരിയയിലും 180 ഗ്രൂപ്പ് പട്രോൾസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഓരോ പോലീസ് സ്റ്റേഷനിൽ പറ്റിലും 2 വീതം പട്രോളിംഗ് ടീമും ഉണ്ടാവും. അതോടൊപ്പം ഈ പ്രശ്നബാധിതമെന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ ഏരിയയിൽ CAPFൻ്റെ പ്രത്യേക സുരക്ഷ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്
ഈ ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നത്. നിലവിൽ തിരൂർ, താനൂർ, പരപ്പനങ്ങാടി, പൊന്നാനി തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലും അതോടൊപ്പം തന്നെ മുൻപ് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്ന നിലമ്പൂർ സബ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ചില ബൂത്തുകളിലും പ്രത്യേക പോലീസിൻ്റെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പോളിംഗ് മെറ്റീരിയൽസ് സ്വീകരിക്കുന്ന ഏരിയയിലും അതുപോലെ തന്നെ അത് കൊണ്ടുപോകുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള സുരക്ഷയും ഒപ്പം പോളിംഗ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോഴുള്ള സുരക്ഷയെല്ലാം പ്രത്യേകം ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞ പോലെ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസും ചേർന്നുകൊണ്ട് വിവിധ റെയ്ഡുകളും സ്റ്റാറ്റിക് സർവൈലൻസ് ടീമും അതുപോലെ തന്നെ ഫ്ലൈയിങ് സ്ക്വാഡ് ടീമെല്ലാം പ്രവർത്തിച്ചിരുന്നു. അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. റിസൾട്ട് ഉണ്ടാക്കിയതിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എത്ര രൂപ പിടിച്ചു എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അതിന് പുറമേ എയർപോർട്ട് ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഫോറിൻ കറൻസി ട്രേഡ് നടത്തുന്ന അതുകൂടി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ സൗദി റിയാൽ 524 എണ്ണം അങ്ങനെ തുടങ്ങി 99,664 രൂപയുടെ ഇന്ത്യൻ കറൻസി വില മതിക്കുന്ന ഫോറിൻ കറൻസി പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എയർപോർട്ട് ഏരിയയിൽ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരിശോധനയിൽ 1,38,70,000 രൂപയുടെ ഗോൾഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം ആൻറ്റി സോഷ്യൽ എലിമെൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നടപടികൾ ഉറപ്പാക്കുന്നതിനായിട്ട് ഇലക്ഷൻ പ്രോസസ്സ് കുറച്ചുകൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സ്പെഷ്യൽ ഡ്രൈവ്സ് നടത്തിയിട്ടുണ്ട്. ഇന്നലെ പോലും ഞങ്ങളുടെ സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ ഡ്രൈവിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം 202 പിടികിട്ടാപ്പുള്ളികളെ പിടികൂടി ജയിലിലടച്ചിട്ടുണ്ട്. 676 വാറണ്ട് കേസിലെ പ്രതികളെ പിടികൂടി ജയിലിലടച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കെതിരെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് തിരിയാതിരിക്കുന്നതിനായിട്ട് സെക്യൂരിറ്റി പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട് 656 പേർക്കെതിരെ 101 കൊടുത്തിട്ടുണ്ട്. 101 CRPC പ്രകാരം നടപടി ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ കോർഡിനേഷനോട് തന്നെ കോപ്പറേഷനോട് തന്നെ അതിൽ 2 SDM സബ് ഡിവിഷൻ മജിസ്ട്രേറ്റുമാരും കൂടി 377 ആളുകൾക്കെതിരെ ബോണ്ട് വെപ്പിച്ചിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് പറഞ്ഞ് ബോണ്ട് വെപ്പിച്ചിട്ടുണ്ട്. സെക്ഷൻ 110 CRPC പ്രകാരം 10 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അതിൽ 7 പേർക്കെതിരെ ബോണ്ട് വെപ്പിച്ചിട്ടുണ്ട്. കാപ്പ പ്രകാരമുള്ള നടപടിയിൽ കാപ്പ സെക്ഷൻ 3 പ്രകാരം 7 പേർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത 6 പേര് കളക്ടർ അത് ഓർഡർ തന്നു, നടപ്പിലാക്കിയിട്ടുണ്ട്. ഒപ്പം കാപ്പ 15 പ്രകാരമുള്ളത് 15 പേർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത് 14 പേർക്കെതിരെയും നടപടിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള ഹൂളിഗനിസവും സമ്മതിക്കാത്ത രീതിയിലുള്ള ശക്തമായ സുരക്ഷയായിട്ട് മുൻപോട്ട് പോകും. കുട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടിട്ട് അതാത് DYSPമാരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മിക്കവാറും പല പോലീസ് സ്റ്റേഷനുകളിലും കുട്ടിക്കലാശം ഇല്ല എന്നവർ ഉറപ്പ് വന്നുണ്ട്. അഥവാ ഇനി കുട്ടിക്കലാശം ഉണ്ടെങ്കിൽ പോലും അവരൊന്നും ഒരു ഏരിയയിൽ കേന്ദ്രീകരിച്ച് ചെയ്യരുത് എന്നുള്ള വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് വേറെ പ്ലാൻ നൽകിയിട്ടുണ്ട് ഓരോരുത്തർക്കും. അങ്ങനെ അഥവാ നടത്തുകയാണെങ്കിൽ ഇന്ന ഏരിയയിൽ നടത്താവൂ എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വാൻഡലിസം അല്ലെങ്കിൽ അക്രമം കാണിക്കുന്നവരാണെങ്കിൽ ഉടനടി നടപടി ഉണ്ടാകുമെന്ന് അവർക്ക് കർശനമായ നിർദ്ദേശം ചെയ്യരുതെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായിട്ട് ഇലക്ഷൻ വളരെ ഒരു സമാധാനമായ ഇലക്ഷൻ ഉണ്ടാവണമെന്നുള്ള നിർദ്ദേശത്തോടെയാണ് പോകുന്നത്. ഉണ്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അവർക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ഏരിയ കൊടുത്തിട്ടുണ്ട് അവർക്ക്. അതെ ഒരു ഭാഗത്തല്ല ഇല്ല, അവരില്ല എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഓരോരുത്തരെയും എടുത്ത് പറയണം. അത് ഓരോ പോലീസ് സ്റ്റേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ തിരൂർ താനൂർ മേഖലയിലാണ് പ്രത്യേകിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ തീരദേശ നിയന്ത്രണമുണ്ട്. അങ്ങനെയല്ല. അപ്പോൾ ഒരു ടൗണിൽ തന്നെയാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഏരിയാസ് നിശ്ചയിച്ചു കൊടുക്കുക. ഒരു ഏരിയ തന്നെ അവർ പരസ്പരം ഒന്ന് കൂട്ടിമുട്ടാത്ത രീതിയിൽ. മാത്രമല്ല അവരോട് ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഏരിയാസ് തരുമ്പോൾ നിങ്ങൾ ഇനി പ്രകടനം തന്നിട്ട് മറ്റാളുകളുടെ ഏരിയയിലേക്ക് കടന്നു പോകരുതെന്ന് കൂടി പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതെ
മലപ്പുറം ഒരു ടീമിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് അവർ ആ കളക്ടറേറ്റിൻ്റെ ഭാഗത്താണ്. ഒരു ടീമിന് കൊടുത്ത് ഇങ്ങോട്ട് ഈ ജില്ലാ കളക്ടറെ വസതിയുടെ ആ ഭാഗത്താണ് കൊടുക്കുന്നത്. മറ്റൊരു ടീമിന് കോട്ടപ്പടി ഭാഗത്താണ് കൊടുക്കുന്നത്. ആ കുന്നുമല ഏരിയ ഉണ്ട്. അല്ല, നമ്മൾ നോക്കി ചെയ്യുന്നുണ്ട്. അത് അവരോരുത്തരെ നമ്മൾ ഓൾറെഡി നമുക്ക് പെർമിഷൻ തരുമല്ലോ. അവർ പെർമിഷൻ തരുമ്പോൾ തന്നെ നമ്മളതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് സാങ്ഷൻ കൊടുക്കുക. വൈകുന്നേരം വരെ 6 മണി വരെ. പ്രശ്നബാധിത ബൂത്തുകൾ നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് 10 ബൂത്തുകളാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. തിരൂര്, താനൂര്, പരപ്പനങ്ങാടി. വൾണറബിൾ ആയിട്ടുള്ള അത് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് വൾണറബിൾ മാപ്പിംഗ്. പിന്നെ അതിന് പുറമെ നമ്മൾ പിന്നെ നിലമ്പൂർ സബ് ഡിവിഷൻ മേഖലയിൽ ഒരു 18 ബൂത്തുകൾ കൂടി നമ്മൾ ക്രിട്ടിക്കലായിട്ടുള്ള ബൂത്തുകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, അത് ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് അത് മാവോയിസ്റ്റ് ഭീഷണി ഇപ്പോൾ 2021 ശേഷം ഇവിടെ ഒരു സൈറ്റിംഗ് ഇല്ല നമുക്ക്. അതുകൊണ്ട് മാവോയിസ്റ്റ് ഭീഷണി എന്നുള്ള രീതിയിൽ കാണുന്നില്ല. അതല്ലാതെ തന്നെ വേണമെങ്കിൽ എന്നാൽ അവർ വരാൻ സാധ്യതയുള്ള ഏരിയ കൂടിയാണല്ലോ. കാരണം ഇപ്പോൾ വയനാട് ജില്ലയിൽ ഓൾറെഡി അവർക്ക് ഭീഷണിയുള്ളതാണല്ലോ. അപ്പോൾ അത് അധികം ദൂരമൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ചില പ്രത്യേക ബൂത്തുകൾ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അത് ക്രിട്ടിക്കലായിട്ട് എക്സ്ട്രാ ഫോഴ്സ് CAPFൻ്റെ പ്രത്യേക പ്രസൻസ് ഇല്ല. കൃത്യമായി കണക്കുണ്ട്. ഷെയർ ചെയ്യാം. അതിന് ചെയ്യുന്നത് ഇരട്ട വോട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ചില സമയത്ത് ചിലത് വന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു ASD ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ബൂത്ത് ലെവൽ ഓഫീസർമാർ ആബ്സെൻറ്റീസ് ഷിഫ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിൽ തന്നെ ഇത് ഡ്യൂപ്ലിക്കേഷൻ ആണെന്നുള്ളത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് ആ ലിസ്റ്റ് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇരട്ട വോട്ടർ ആണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പോൾ ASD ലിസ്റ്റ് എന്ന് പറയുന്ന ആബ്സെൻറ്റീസ് എന്ന് മാർക്ക് ചെയ്ത ഒരാൾ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ പ്രത്യേകമായിട്ട് അവരെ പരിശോധിച്ച് യഥാർത്ഥ വ്യക്തിയാണെന്ന് ഉറപ്പാക്കി മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി ഇരട്ട വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഇതുവരെ എനിക്ക് പരാതികൾ ലഭിച്ചിട്ടില്ല. അതെ, ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത ക്രമീകരണം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് സമയത്ത് ക്രമീകരണം ചെയ്തിരുന്നു. പക്ഷേ അതേ സമയത്ത് അവർ തന്ന അപേക്ഷ അനുസരിച്ച് ബാലറ്റ് മറ്റ് ജില്ലകളിൽ നിന്ന് വന്നാൽ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു. അതുകൊണ്ട് ട്രെയിനിങ് സമയത്ത് വോട്ട് ചെയ്യാൻ സാധിച്ചവരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് ഇന്നും നാളെയും മലപ്പുറത്ത് MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്യാൻ സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും എല്ലാവരുടെയും ബാലറ്റ് കിട്ടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ മറ്റ് ജില്ലയിൽ നിന്ന് അപേക്ഷ അനുസരിച്ച് ബാലറ്റ് നമുക്ക് എത്തിച്ചു തന്നാൽ മാത്രമേ അവർക്ക് ബാലറ്റ് വിതരണം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ലഭിക്കാത്തവർക്ക് ഈ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിൽ വെച്ച് അവർക്ക് വോട്ട് ചെയ്യാനുള്ള സജ്ജീകരണം ഉണ്ടാക്കും. 25-ാം തീയതി രാവിലെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സജ്ജീകരണം ഉണ്ടാക്കും. അതുകൊണ്ട് കാലപരിധിക്കുള്ളിൽ സമയപരിധിക്കുള്ളിൽ അപേക്ഷ കിട്ടിയിട്ടുള്ള എല്ലാവർക്കും തന്നെ വോട്ട് ചെയ്യാനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2286 82,286 ജില്ലയിൽ മൊത്തമായിട്ട്. മണ്ഡലം വൈസ് തരാം. ഇപ്പോഴെൻ്റെ കയ്യിൽ അതില്ല. നമുക്ക് തരാം. മുഹമ്മദ് നമുക്ക് എല്ലാവർക്കും അത് ഷെയർ ചെയ്യാം. കൂടി മിക്കവാറും ഹോം വോട്ടിംഗ് 90% ഹോം വോട്ട് ചെയ്തവരുടെ എണ്ണം ഫൈനലായിട്ടില്ല. നാളെ വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത്. 10 ദിവസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. 90%-ലധികം പൂർത്തിയായി കഴിഞ്ഞു. പൂർത്തിയാവുന്നതനുസരിച്ച് അതിൻ്റെ സമയം അറിയിച്ചു. ജില്ലയിൽ ഇതുവരെ പരാതികൾ ലഭിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നല്ലൊരു സഹകരണമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പേര് പരമാവധി പേര് വോട്ടിങ്ങിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഫസ്റ്റ് ഫേസിൽ പലയിടത്തും ഹീറ്റ് വേവിൻ്റെ സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ
മറ്റു പല സംസ്ഥാനങ്ങളിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ചൂട് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ആലോചിക്കുന്നുണ്ട്. അവർക്ക് ഒരിക്കലും വെയിലത്ത് ക്യൂ നിൽക്കേണ്ട ഇല്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. വരാന്തയിൽ നിൽക്കാനും ആവശ്യമുള്ളിടത്ത് ഷെയ്ഡ് കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. വലിയ ക്യൂ വരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ടോക്കൺ കൊടുത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് ടോക്കൺ കൊടുത്ത് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആരും പിന്തിരിഞ്ഞ് പോകരുത്. പരമാവധി പേർ വോട്ടിങ്ങിന് പങ്കെടുക്കണം. അതിനുവേണ്ടി നമ്മൾ വോട്ടേഴ്സിനെ കൂടുതൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി സ്വീപ്പ് ആക്ടിവിറ്റീസ് പല നടപടികൾ ചെയ്തിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. എങ്ങനെ? ഫ്രൈഡേ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെയുള്ള ക്രമീകരണം ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല. വോട്ടിംഗ് കണ്ടിന്യൂസ് ആയിരിക്കും. 1-2 ഉദ്യോഗസ്ഥർക്ക് പ്രേരണ പോകാനുള്ള സജ്ജീകരണം ചെയ്യും. അംഗപരിമിതരുടെ 2 സ്റ്റേഷനുകൾ, ഒന്ന് മഞ്ചേരിയിലും ഒന്ന് തിരൂരുമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങൾ ജീവനക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് രാത്രി താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് തലേദിവസം വന്ന് അവർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷം അവർക്ക് റെസ്റ്റ് ഹൗസിൽ റൂമുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രാവിലെ അവരെ 5:30 തന്നെ അവിടെ എത്തിക്കും. അവരെ സഹായിക്കാൻ വേണ്ടി വേറൊരു ഉദ്യോഗസ്ഥനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോളിംഗ് ബൂത്തിനകത്ത് ഇവർ മാത്രമായിരിക്കും ചെയ്യുന്നത്. അംഗപരിമിതരെ സംബന്ധിച്ച് പോളിംഗ് ഡ്യൂട്ടി എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പരിഗണിച്ചു തരാം. മഞ്ചേരിയിലും തിരൂരുമാണ്. മാഡത്തിനടുത്തുണ്ടോ? അതിനുള്ളൊരു ബുദ്ധിമുട്ട്, ഉദ്യോഗസ്ഥർ ഏത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത് നമ്മളിപ്പോഴും പറയാൻ പാടില്ല. അതുകൊണ്ടാണത് പറയാത്തത്. ഈ 2 ലൊക്കേഷനിലാണെന്ന് പറയാം. അത് നമ്മൾ 25-ാം തീയതി രാവിലെ മാത്രമേ ഏത് ഉദ്യോഗസ്ഥൻ ഏത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത് നമ്മൾ തീരുമാനിക്കുകയുള്ളൂ. അതൊരു സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യം. അതുപോലെ നമുക്ക് ഫോറസ്റ്റിനകത്ത് 2 പോളിംഗ് സ്റ്റേഷനുണ്ട്. യൂത്ത് ഓഫീസർമാരെയാണ് അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വാണിയമ്പുഴയും പുഞ്ചക്കൊല്ലി. ഇല്ല, നിലവിൽ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ റിപ്പോർട്ടൊന്നുമില്ല. റോഡ് മേഖലയിലൊക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ മലയോര മേഖലയിൽ ഇപ്പോൾ ഇതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിൽ നമ്മൾ അതായത് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ മുൻപോട്ട് പോകുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഹോളിഗനേഴ്സോ അല്ലെങ്കിൽ അട്രോസിറ്റീസും അനുവദിക്കുന്നതല്ല. കൃത്യമായിട്ടുള്ള മെസ്സേജ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഗൗരവപൂർവമായ പരാതികൾ ലഭിച്ചിട്ടില്ല. കൂടുതലും നമുക്ക് ലഭിച്ച ഈ വലിയ നമ്പറാണെങ്കിലും പൊതുസ്ഥലത്ത് പോസ്റ്റർ പതിച്ചു, അനുമതിയില്ലാതെ പതിച്ചു എന്നുള്ളതാണ്. CBGയിൽ വന്നിരിക്കുന്ന പരാതികളെല്ലാം തന്നെ അങ്ങനെയുള്ള പരാതികളാണ്. അങ്ങനെ വന്നിട്ടില്ല. സ്ഥാനാർത്ഥികൾക്കെതിരെ വന്നിട്ടില്ല.